ലേൺ ലൈഫ് ചാനലിലേക്ക് സ്വാഗതം. ജീവിതം പഠിക്കുക എന്നിട്ട് ജീവിക്കുക, ഇതാണ് ഈ ചാനൽ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും വലിയ മോട്ടോ അഥവാ മുദ്രാവാക്യം അല്ലെങ്കിൽ ലക്ഷ്യം. നല്ല ദമ്പതികളാകാൻ എന്തു ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ നമ്മളൊരു നല്ല ഭാര്യയെ ആകാൻ ആഗ്രഹിക്കാത്തവരായി ആരുമില്ല, നല്ല ഭർത്താവാകാൻ ആഗ്രഹിക്കാത്തവരായും ആരുമില്ല. അപ്പോൾ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഈ ദാമ്പത്യ ബന്ധത്തിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കൂടുതൽ ബന്ധം ഊഷ്മളമാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രാധാന്യം. ഈ എപ്പിസോഡ് ഈ ചാനലിലെ ഒരു പ്രധാനപ്പെട്ട എപ്പിസോഡായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ്. നിരവധി പുതിയ സബ്സ്ക്രൈബേഴ്സ് ഈ ചാനലിലേക്ക് വരുന്നുണ്ട്. നിരവധി ആളുകൾ പുതിയ വ്യൂവേഴ്സായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഓരോ എപ്പിസോഡുകളിലും നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ശരിക്കും നമ്മൾ ജീവിതം പഠിക്കണം, എന്നിട്ട് ജീവിക്കണം. അല്ലെങ്കിലോ ജീവിതം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കട്ടപ്പുകയായി തീരും, കണ്ണീരുമായി നിങ്ങൾ നിത്യസങ്കടത്തിലേക്ക് വഴുതുമാറും. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അറിയണം. എല്ലാവരും അറിഞ്ഞു എന്ന് വരില്ല. ലൈഫ് ഈസ് എ സയൻസ്. ജീവിതം ഒരു സയൻസ് പോലെയാണ്. ആ സയൻസിനെ നമ്മൾ ഗ്രാസ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സന്തോഷവതിയാകണം എങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം മനസ്സിലാകും നിങ്ങളുടെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പോരായ്മകൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഓക്കെ ആവും. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച തൃശ്ശൂർക്കാരിയായ ഒരു പെൺകുട്ടിയുണ്ട്. അധികം പ്രായമൊന്നുമില്ല, 27 വയസ്സേ ഉള്ളൂ. പെൺകുട്ടി കല്യാണം 22ാമത്തെ വയസ്സിൽ കഴിഞ്ഞ ഈ വർഷങ്ങളിൽ ഇത്രയും ചുരുങ്ങിയ ദാമ്പത്തിക ബന്ധത്തിന് ഇടയിൽ ആ പെൺകുട്ടിക്ക് ഉണ്ടായ പല വീഴ്ചകളും ആ പെൺകുട്ടി എന്നോട് എണ്ണി പറയുകയാണ്. ഭർത്താവിനെ നിരന്തരം പിന്തുടരുന്ന ഒരു പെൺകുട്ടിയാണിത്. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഒരു സ്പൈയാണ് എന്നുള്ളതാണ് അത് എന്നോട് പറഞ്ഞ വാചകളിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നത്. നിരന്തരമായി അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ മൊബൈല് സദാസമയം ചെക്ക് ചെയ്യുക, എവിടെ പോകണമെന്ന് അറിയുന്നതിന് വേണ്ടി പിന്തുടരാൻ ആളെ ഏർപ്പാട് ചെയ്യുക, ഇതൊക്കെ ആ പെൺകുട്ടി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ ഈ പഴി പറയൽ വളരെ വലിയ പഴികളാണ് പറയുന്നത്. ഏകദേശം കണക്കാക്കി നോക്കിയപ്പോൾ 13ൽ പരം പഴികൾ ഈ ഭർത്താവിനെ കുറിച്ചിട്ടുള്ള അപാകതകളാണ് പറയുന്നത്. ഇതിൽ ഇടയിൽ ഞാൻ ഒറ്റ കാര്യം ആ പെൺകുട്ടിയോട് ചോദിച്ചു. അതിന് എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. അത് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ അത് വിവരിക്കാം. ഒരൊറ്റ ചോദ്യം, ആ ചോദ്യത്തോടു കൂടി ആ പെൺകുട്ടി നല്ലൊരു ഭാര്യ ആയിരുന്നില്ല എന്ന് എനിക്ക് വ്യക്തമാകാൻ ആ ഒറ്റ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയാൽ മതിയായിരുന്നു. ഉത്തരം തരാൻ കഴിയുന്നില്ല. അതോടുകൂടി ആ പെൺകുട്ടിയുടെ ഭാഗത്തുണ്ടായ പ്രധാനപ്പെട്ട വീഴ്ച എന്തെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്ന് ഈ എപ്പിസോഡിൽ വിവരിക്കുന്നത് ഒരു നല്ല ഭാര്യ ആകണമെങ്കിൽ ഒരു ഭാര്യ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഒരു പെൺകുട്ടി എന്തൊക്കെ ശ്രദ്ധിക്കണം. അത് കല്യാണം കഴിഞ്ഞ ഉടനെ ഉള്ള ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നല്ലത്. ഈ കല്യാണം കഴിഞ്ഞവരും ശരിക്കും ഇപ്പോൾ നിങ്ങൾ സങ്കടത്തിലാണെങ്കിൽ, അതായത് ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് പൂർണ്ണമായും കേൾക്കൂ. കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എവിടെയോ പിഴച്ചു പോയിട്ടുണ്ടെന്ന്. ഈ വിവാഹ ബന്ധം എന്ന് പറയുന്നത് ദാമ്പത്യ ബന്ധം, ഭാര്യ ഭർത്തൃ ബന്ധം മാത്രമല്ല, ഒരു കാമുക ബന്ധമാണ്. അങ്ങനെ ആകണം. അത് നിങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി തീരുമാനത്തോടുകൂടി അങ്ങനെ ആകണം. അതായത് റൊമാൻറ്റിക് കണക്ഷൻസ് ഉണ്ടാകണം. ആ റൊമാൻറ്റിക് കണക്ഷൻസ് ആരുണ്ടാക്കണം? രണ്ടുപേരും ഉണ്ടാക്കണം. പക്ഷേ ചില മുരടന്മാരായ ഭർത്താക്കന്മാർ ചില കാര്യങ്ങളിൽ ഇതൊന്നും ചെയ്യാറില്ല. എല്ലാവരുമല്ല, ചിലരുടെ കാര്യമാണ് പറയുന്നത്. അതേ ആംഗിളിൽ തന്നെ ചില ഭാര്യമാരും ഇത് എങ്ങനെ ഒരു റൊമാൻറ്റിക് കണക്ഷൻ ഉണ്ടാക്കണം എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. ഇത് മുഴുവൻ കേൾക്കൂ. ഞാൻ ഏകദേശം ഒരു 10-12 പോയിന്റുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യാൻ ഈ റൊമാൻറ്റിക് കണക്ഷൻ ഭാര്യമാർ തന്നെ മുൻകൈയെടുത്ത് കൊണ്ടുവന്നാൽ വലിയൊരളവിൽ നിങ്ങളുടെ ദാമ്പത്യ ബന്ധം ഹാപ്പിയാകും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിനെ കേൾക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. പല ഹസ്ബൻഡുമാരും തിരിച്ച് അതേ കാര്യം കാണിക്കുന്നവരാണ്. ഭാര്യയെ കേൾക്കാൻ സമയമില്ല, ഭാര്യയ്ക്ക് വേണ്ടി അല്പസമയം സ്പെൻഡ് ചെയ്യില്ല. അത് ഭർത്താക്കന്മാർ, അത് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുമുണ്ട്. എങ്കിലും ഇന്ന് ഭാര്യമാരെ ഫോക്കസ് ചെയ്യുകയാണ്.
നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ കേൾക്കാൻ സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. പല പുരുഷന്മാരും ആഗ്രഹിക്കുന്നത് എന്നെ ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എൻ്റെ സങ്കടങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നെങ്കിൽ, എൻ്റെ മാനസിക വിഷമങ്ങൾ ഒന്ന് പങ്കുവെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ അവരാദ്യമായി അത് ശ്രദ്ധിക്കുന്നത് അവരെ ഭാര്യമാരെയാണ്. ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഓഫീസിൽ ഒരുപാട് പ്രോബ്ലംസ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഈ പാവങ്ങൾ വരുന്നത്. എല്ലാവരുടെയും കാര്യത്തിലല്ല കേട്ടോ പാവങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല പാവങ്ങളും ഉണ്ട്, നിങ്ങളെ ഭർത്താവ് നല്ല പാവങ്ങളിൽ ഒരാളായിരിക്കാം. അങ്ങനെ വരുമ്പോൾ എന്നെ ആരെങ്കിലും ഒന്ന് കേൾക്കണം എന്നുള്ളതാണ്. അത് കുറ്റപ്പെടുത്താതെ നിങ്ങൾ കേൾക്കണം. ഭർത്താവിന് പറയാനുള്ളത് ഉടനെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, നിങ്ങൾ അങ്ങനെയല്ലേ, നിങ്ങൾ ഇങ്ങനെയല്ലേ, കുറ്റപ്പെടുത്തരുത്. കുറ്റപ്പെടുത്താതെ കാത് തുറന്നു വെച്ച് മനസ്സ് തുറന്നു വെച്ച് നിങ്ങൾ കേൾക്കണം എന്നുള്ളതാണ്. അവരുടെ ഓഫീസിലെ ജോലി സമ്മർദ്ദം ഉണ്ടെങ്കിൽ അതവർ പറയട്ടെ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കൂടി അത് കേൾക്കാനുള്ള ഒരു സന്മനസ് നിങ്ങൾ കാണിക്കണം എന്നുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഭർത്താവിൻ്റെതും നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പറയുന്ന ചെറിയ കാര്യങ്ങളായിരിക്കാം. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പവും മനസ്സിൻ്റെ കുറവും അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം കണ്ടതും കേട്ടതും ഒക്കെ പറയും. വിഷമമാണെങ്കിലും സങ്കടമാണെങ്കിലും സന്തോഷം നിങ്ങൾ കേൾക്കണം. എനിക്കിപ്പോൾ കേൾക്കാനൊന്നും സമയമില്ല, പിള്ളേർ കരയുന്നു, പിള്ളേർക്ക് ഇപ്പോൾ ചോറ് കൊടുക്കണം, ഇല്ലെങ്കിൽ രാത്രിയുള്ള ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ചാടി കുതിച്ച് നിങ്ങൾ മാറിക്കളയരുത്. ഹസ്ബൻഡിനെ കേൾക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. അടുത്ത രണ്ടാമത്തെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ബഹുമാനം കൊടുക്കണം. ഹസ്ബൻഡിനെ ബഹുമാനിക്കണം എന്നുള്ളതാണ്. എപ്പോഴും അത് അറിയാനുള്ളത്, ഈ ബഹുമാനം പ്രണയത്തെക്കാൾ ശക്തമാണ്. ഒരു പ്രേമം കൊടുക്കുന്നതിനേക്കാൾ വലിയ ഒരു കാര്യമാണ് ഒരു ബഹുമാനം കൊടുക്കുന്നത്. പുരുഷൻ ബഹുമാനം ആഗ്രഹിക്കുന്നു, ഒരു പബ്ലിക് റെസ്പെക്റ്റ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു മനസ്സിൻ്റെ ഘടന എല്ലാ പുരുഷന്മാരിലും ഉണ്ട്. അപ്രീസിയേഷൻ അവർ ആഗ്രഹിക്കുന്നു. ട്രസ്റ്റ് അഥവാ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അഭിനന്ദനം ആഗ്രഹിക്കുന്നു പുരുഷൻ. അതേപോലെ ട്രസ്റ്റ്, വിശ്വാസം അവൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം അവൻ്റെ പാർട്ട്ണറായ ഭാര്യയിൽ നിന്ന് കിട്ടാനാണ് അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അത് കൊടുക്കാൻ ഭാര്യ ബോധപൂർവം മനസ്സ് വെക്കണം. അങ്ങനെയാണ് ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞത് റൊമാൻറ്റിക് കണക്ഷനാണ് ആദ്യം ഞാൻ പറഞ്ഞത്. അതേപോലെ ഇമോഷണൽ കണക്ഷൻ നമുക്കുണ്ടാക്കാൻ ഇത് നല്ലതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും നിങ്ങളുടെ ഹസ്ബൻഡിനെ ചെറുതായി ചിത്രീകരിക്കരുത്. അദ്ദേഹത്തിനെ നിങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം സമൂഹത്തിൻ്റെ മുമ്പിൽ നോക്കാം. ബന്ധുക്കളുടെ ഇടയിലായാലും അയൽക്കാരുടെ ഇടയിലായാലും ഒക്കെ നിങ്ങളുടെ പുരുഷനാണ് അയാൾ. ആ രീതിയിൽ നിങ്ങൾ അദ്ദേഹത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഭാര്യയാണ് ആദ്യമായി ഭർത്താവിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത. ചേർത്ത് പിടിക്കണം. ഒരിക്കൽ തന്നെയും നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കൂടി ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ചെറിയ ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്താൽ, കുടുംബത്തിന് വേണ്ടി ചെയ്താൽ, മക്കൾക്ക് വേണ്ടി ചെയ്താൽ, നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാനും താങ്ക്സ് പറയാനും നിങ്ങൾ മറന്നു പോകരുത്. ഒരു ചെറിയ കാര്യം മതി. പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നൊരു മൊബൈൽ ഫോൺ താഴെ വീഴാൻ പോയി, പെട്ടെന്ന് ഹസ്ബൻഡ് അത് പിടിച്ചു എന്ന് വെക്ക്. നിങ്ങൾ എന്ത് പറയണം? താങ്ക്സ്, ഇത്രയും ശ്രദ്ധ ഉണ്ടായിരുന്നു. നിങ്ങളൊരു താങ്ക്സ് ചുമ്മാ പറയടോ. അങ്ങനെ പറയുമ്പോൾ ആ ഇമോഷണൽ ഒരു റിലേഷൻഷിപ്പ് അവിടെ പുതിയതായിട്ട് വന്നു ചേരുകയാണ്. ഇനി മറ്റൊന്ന്, ചെറിയ തരത്തിലുള്ള ഈ റൊമാൻറ്റിക് ജെസ്റ്റേഴ്സ് എന്ന് പറയും. അതെങ്ങനെയാണെന്ന് അറിയാം. റൊമാൻറ്റിക് ജെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു നമ്മൾ കൊടുക്കുന്ന ചെറിയ ചെറിയ ചില കാര്യങ്ങളാണ്. അത് ഒരു മെസ്സേജ് ആകാം. അതുപോലെ നിങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് അപ്രതീക്ഷിതമായി ഉണ്ടാക്കി കൊടുക്കുന്നതാകാം. ഒരുമിച്ചിരുന്ന് ഒരു ചായ കുടിക്കുന്നത് ആകാം. അതേപോലെ അയാളുടെ ബർത്ത്ഡേ നിങ്ങൾ ഓർമ്മിച്ചു വെക്കുന്നതാകാം. നിങ്ങളുടെ മാരേജ് ആനിവേഴ്സറി നിങ്ങൾ ഓർമ്മിച്ചു വെക്കുന്നതാകാം. അതൊക്കെ തന്നെ ഈ റൊമാൻസിന് ഒരു ചൂട് നൽകുന്നതാണ്. ഹസ്ബൻഡ് എല്ലാം ഓർത്തു വെക്കണം എന്ന് നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളും ഇത് ഓർത്തു വെക്കണം. എനിക്കറിയുന്ന ഒരു ഭാര്യയുണ്ട്. ആ ഭാര്യ ഭർത്താവിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ പോലും ആ പെൺകുട്ടി ഓർത്തു വെച്ചിരിക്കും. അത് ഭർത്താവിന് എന്ത് സന്തോഷം നൽകുമെന്ന് നിങ്ങൾക്കറിയാമോ? അമ്മയുടെ ബർത്ത്ഡേ ഓർത്തു വയ്ക്കുക എന്ന് പറഞ്ഞാൽ പല സ്ത്രീകളും പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛിക്കും. ആ കിളവിയുടെ കാര്യമാണ് ആ പറയാൻ. മൂദേവി അല്ലെങ്കിൽ പാഞ്ചാലി അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കളയും ചില ആളുകൾ. അങ്ങനെയൊന്നും അല്ല. ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്യാനുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകളാണ്. നമ്മൾ പുതിയ ഒരു ലൈഫിൻ്റെ കളർഫുൾ ആക്കുന്ന ചില കാര്യങ്ങളാണ്. അത് നിങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പറഞ്ഞതുപോലെ. ഇനി അതുപോലെ എപ്പോഴും നിങ്ങൾ ഈ
ഭർത്താവിനെ ഈ ജഡ്ജ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും പോകരുത് എന്നുള്ളത് മനസ്സിലാക്കുക. എപ്പോഴും ഒരു കോടതിയിലുള്ള നിരീക്ഷണം പോലെ ഒന്നും നിങ്ങൾ പോലും ജഡ്ജ് ചെയ്യരുത്, പകരം എൻകറേജ് ചെയ്യണം. ഏത് സമയവും തുടർച്ചയായി വിമർശനം നടത്തി അയാളുമായിട്ടുള്ള ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യരുത്. പകരം മോട്ടിവേഷൻ നിങ്ങൾ കൊടുക്കണം, അദ്ദേഹത്തിനെ മോട്ടിവേറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, അപ്രീസിയേഷൻ ചെയ്യണം. നിങ്ങളാണ് ഭാര്യയിൽ നിന്നുള്ള അപ്രീസിയേഷനും മോട്ടിവേഷനും എൻകറേജും ഒക്കെ ഒരു ഭർത്താവ് ആഗ്രഹിക്കും. എല്ലാം നിങ്ങൾക്ക് മാത്രം കിട്ടിയാൽ മതി എന്ന് കരുതരുത്, നിങ്ങൾ തിരിച്ചു കൊടുക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണം. ഭർത്താവ് ഒരു ചെറിയൊരു മൂളിപ്പാട്ട് പാടി എന്ന് വെക്കുക, മൂളിപ്പാട്ട് പാടിയാലോ, ഇതോ ഇപ്പൊ അപ്പുറത്തെ ഈ കാള ഇപ്പൊ ഓടിക്കളയും, അപ്പുറത്തെ പശു ഇപ്പൊ അമറാൻ തുടങ്ങി. ഇങ്ങനെയല്ല. കൊള്ളാലോ ചക്ക, നല്ലൊരു പാട്ടല്ലേ, നന്നായി പാടുന്നുണ്ടല്ലോ, കൊച്ചു കള്ളൻ, ചുമ്മാ ഒന്ന് തട്ടടോ. വെറുതെ അടുത്ത് പോയി അയാളുടെ മൂളിപ്പാട്ട് കേട്ടിട്ട് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പൊ തന്നെ നിങ്ങൾ ഒന്ന് തട്ട്, അയാളുടെ ചെവിയിലൊന്ന് നുള്ള്. കൊള്ളാം കേട്ടോ, കൊള്ളാം കൊച്ചു കള്ള. ഇതൊക്കെ പറയടോ, ഇതൊക്കെ കേൾക്കാൻ ഈ പുരുഷന് ആഗ്രഹമുണ്ട്. പ്രണയിക്കുമ്പോൾ മാത്രം കാമുകനോട് ഇതൊക്കെ പറയും. പക്ഷെ പല പെണ്ണുങ്ങളും കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിനോട് ഇതൊന്നും പറയില്ല. ഭർത്താവ് കാമുകനാണ് നിങ്ങളുടെ. കല്യാണത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു കാമുകൻ മതി, അത് ഭർത്താവാണ്. ഭാര്യ ഈ ഭർത്താവിന് തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കണം. അത് മുമ്പ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഇനിയും വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റൊന്ന്, സൗഹൃദം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ട പല കാര്യങ്ങളും ഭാര്യമാർ തന്നെ ചെയ്യണം. നിങ്ങൾ ലവേഴ്സാണ്, ബെസ്റ്റ് ഫാമിലി ഫ്രണ്ടാണ് നിങ്ങൾ തമ്മിൽ. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നിങ്ങൾ വളരെ ചെറിയ ചെറിയ തമാശകൾ പറഞ്ഞ് ചിരിക്കണം, ഒരുമിച്ച് യാത്ര പോകണം. നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് യാത്ര, മക്കളെ കൊണ്ടുപോകണ്ടെന്ന് പറയില്ല, മക്കളെയും കൊണ്ടുള്ള യാത്രയും ഭാര്യയും ഭർത്താവും മാത്രമായുള്ള യാത്രയും ഒക്കെ ചെയ്യണം. ഈ പെരിന്തൽമണ്ണയിൽ നിന്നും എന്നെ കാണാൻ വന്ന 2 ഭാര്യാഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവരുടെ ഇഷ്യൂസ്, പ്രായമുള്ളവരാണ് കേട്ടോ, അവരുടെ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയെ ഇദ്ദേഹം വെളിയിൽ കൊണ്ടുപോകില്ല, പോകുമ്പോഴൊക്കെ പല കാണുന്ന സ്ത്രീകൾ നല്ല സുന്ദരികളാണെന്നൊക്കെ പറയുന്നു എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. ഇവരെ കൊണ്ടുപോകുമ്പോൾ ഈ തരം പരാതികൾ ഇവർ പറയുന്നുണ്ട്, അയാൾ പിന്നെ കൊണ്ടുപോകാനായി. പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ പാവം മനുഷ്യൻ ഇതെന്താ ചെയ്യണമെന്നറിയാമോ? ഈ ഭാര്യയെ അങ്ങോട്ട് പ്രൊവോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇയാൾ ചുമ്മാ ഈ ഗുണ്ടുകൾ അടിക്കുന്നത്. ആക്ച്വലി അയാൾക്ക് ഭാര്യയോട് സ്നേഹമുണ്ട്, വേറെ ഒരു സ്ത്രീയെ അയാൾ കല്യാണം കഴിച്ചിട്ടില്ല, ഈ വേറെ കല്യാണം അയാൾ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ഇയാളുടെ ഈ അനവസരത്തിലുള്ള കമൻറ്റുകൾ ഭാര്യയെ വല്ലാതെ വിഷമിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് തീർത്ത് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ ഡിവൈസ് അല്ല കേട്ടോ, അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. പരസ്പരം ബോധ്യപ്പെട്ടാൽ മതി, ഇതെല്ലാം നന്നായിരിക്കും എന്നുള്ളതാണ്. ഇനി വേറൊന്ന് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്വകാര്യ സമയം നിങ്ങൾ ഉണ്ടാക്കണം. അതിൻ്റെ പേര് കപ്പിൾ ടൈം എന്നാണ്. ഭാര്യയും ഭർത്താവിനും മാത്രമുള്ള സ്വകാര്യം, അത് ബെഡ്റൂമിൽ മാത്രം ആയാൽ മതി എന്ന് കരുതരുത്. നിങ്ങൾ പുറമെ നിങ്ങൾ മുറ്റത്ത് ചെയറിട്ടിരിക്കാമോ? ഞാൻ നല്ല ദമ്പതിമാരുടെ വീടുകളിൽ കാണാറുള്ളതാണ്. വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു സന്ധ്യ കഴിയുമ്പോൾ, സന്ധ്യക്കുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് മുറ്റത്ത് കസേരയിട്ട് ഭാര്യയും ഭർത്താവോട് ഒരുമിച്ചിരുന്ന് വർത്താനം പറയുക. മക്കളത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എത്ര വലുതാണെന്ന് അറിയാമോ? മക്കൾക്ക് വളരെ ഇഷ്ടമാണത്, അവരത് കണ്ട് സന്തോഷിക്കും. നിങ്ങൾ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് ചിരിക്കുക. പണ്ട് കല്യാണം കഴിക്കാൻ വന്നപ്പോഴുള്ള സ്ഥിതി, പെണ്ണ് കാണാൻ വന്നപ്പോഴുള്ള സ്ഥിതി, എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയുള്ള സ്ഥിതി, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ തമാശകളൊക്കെ പറഞ്ഞ് ഭാര്യമാർ തന്നെ മുൻകൈ എടുത്ത് അതൊക്കെ പറഞ്ഞ് ഇരിക്കുക. ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു കള്ളൻ തന്നെ കേട്ടോ, കൊച്ചു കള്ള എന്നൊക്കെ പറഞ്ഞൊരു കള്ള ചിരിയും കള്ള വർത്തമാനങ്ങളും വേദനിപ്പിക്കുന്നൊന്നും പറയരുതേ. ഈ നല്ല അവസരം എടുത്ത് നിങ്ങൾ കളഞ്ഞു കുളിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇരിക്കുന്ന കസേര അയാൾ കയ്യിലെടുക്കും, തലക്കിട്ട് അടിച്ചു തരും, അങ്ങനെയും സംഭവിക്കാം. അങ്ങനെയുള്ള അതൊക്കെ സമർത്ഥമായ ഒരു അഭിനയം കൂടിയാണ് ദാമ്പത്യം. സാമർത്ഥ്യത്തോടു കൂടി അത് ചെയ്താൽ മതി. അതൊക്കെ ബോധപൂർവ്വം നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് പ്രധാനപ്പെട്ട ഞാൻ പറയുന്ന ഒരു 9ാമത്തെ പോയിന്റ്, താരതമ്യപ്പെടുത്തി കളയരുത്. എൻ്റെ അനിയത്തിയുടെ ഭർത്താവിനെ കാണണം, ഇല്ലെങ്കിൽ എൻ്റെ വല്യമ്മയുടെ ഭർത്താവിനെ കാണണം, ഇല്ലെങ്കിൽ അയൽക്കാരി എൻ്റെ കൂട്ടുകാരി ജോസ്നയുടെ ഭർത്താവിനെ കാണണം, അങ്ങനെയൊന്നും കയറി പറയരുത്. ഓരോ മനുഷ്യനും ഓരോ തരത്തിലാണ്. ഈ ഒരു തരത്തിലും ഭർത്താവിനെ താരതമ്യം ചെയ്യരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ മറ്റു സ്ത്രീകളുമായി ഭർത്താവ് നിങ്ങളെ താരതമ്യം ചെയ്യരുതെന്ന്, അതുപോലെ നിങ്ങളും തിരിച്ച് താരതമ്യം ചെയ്യരുത്. ഇനി അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ ഒന്ന്, ഫിസിക്കൽ അഫക്ഷന് വളരെ പ്രാധാന്യമുണ്ട്. ഫിസിക്കൽ അഫക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്ക് കാണിക്കാം. ഒന്നുകിൽ ഇടയ്ക്ക് ഭർത്താവിൻ്റെ കയ്യിൽ നിങ്ങൾക്ക് ചുമ്മാ കയറി പിടിക്കാം, വെറുതെ നിങ്ങളൊന്ന് കെട്ടിപ്പിടിക്കാം.
മക്കൾ കണ്ടില്ലെങ്കിലും കണ്ടാലും കുഴപ്പമൊന്നുമില്ല. അമ്മയും അച്ഛനും തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, വേറെ ഒന്നുമല്ലല്ലോ. ഒരു ഹഗ്ഗിങ് വളരെ നല്ലതാണ്. അവിചാരിതമായ ഒരു ഹഗ്ഗിങ് എന്നുള്ളതാണ്. ഒരു കെയറിങ് ടച്ച് നിങ്ങൾക്ക് നടത്താം. തോളിലോ ചെവിയിലോ ഒക്കെ നിങ്ങൾക്ക് സ്പർശിക്കാം. വെറുതെ അതൊക്കെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ തന്നെ ഒന്ന് സ്പർശിച്ചിട്ട് പോവുക. അത് ഭയങ്കര രസമാണ്. ഒരു ഇൻറ്റിമസി ഉണ്ടാകുന്നതാണ്. ചെറിയൊരു നുള്ള് കൊടുത്തിട്ട് പോകാം ഭർത്താവിനെ. അത് വലിയ രസമല്ലേ? ഭർത്താവ് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി പുറത്തിറങ്ങുകയാണ്. എടി ഞാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത് ഓക്കെ കള്ള എന്നാ ഒരു നുള്ള് ചുമ്മാ ചെയ്തു നോക്കണോ? ഇതൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ? ഓർത്ത് നോക്ക്. നിങ്ങളിൽ നിന്നുള്ള ഒരു ലവ് അഫെക്ഷൻ നിങ്ങൾ ഭർത്താവിന് എപ്പോഴാണ് കൊടുത്തിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്ക്. ഐ ലവ് യു എന്ന് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ പറയും ഭർത്താവ് പറഞ്ഞിട്ടില്ല എന്ന്. ഭർത്താവ് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറയണോ? തിരിച്ചവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അങ്ങനെ ഉറപ്പാണ്, ഞാനാണ് പറയുന്നത്. ഉറപ്പായിട്ടും കൊടുക്കുക, കൊടുത്തിട്ട് വാങ്ങുക, കൊടുക്കാൻ പഠിക്കുക. അത് പുരുഷൻ തന്നെ തുടങ്ങണം, അല്ലെങ്കിൽ ഭർത്താവ് തന്നെ തുടങ്ങണം, അങ്ങനെയൊന്നുമില്ല. ദാമ്പത്യത്തിൽ ആർക്കും തുടങ്ങാം. ഭാര്യയ്ക്ക് നന്നായി തുടങ്ങാം. കാരണം അതിനകത്തുള്ള ഒരു വലിയ ചുമതല ഭാര്യയ്ക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അവസാനത്തെ പോയിന്റ് വിശ്വാസമാണ്. അനാവശ്യമായ സംശയം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വെച്ച് പുലർത്തരുത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ തൃശ്ശൂർക്കാരി പെൺകുട്ടി അനാവശ്യമായ സംശയമാണ്. ആ മനുഷ്യന് ഇടം വലം വിടാതെ സംശയമാണ്. എവിടെ അയാൾ പോയാലും സംശയമാണ്. അതിനകത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയ ചില കാര്യങ്ങൾ എനിക്ക് പറയാം, പക്ഷെ യൂട്യൂബ് ചിലതൊന്നും അനുവദിക്കില്ല പറയാൻ. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഞാൻ മറച്ചു വെക്കുന്നത് തന്നെ. ഫോൺ പരിശോധന, സ്പൈ എവിട്, ഇതൊന്നും വേണ്ട. വിശ്വസിക്കുക. വിശ്വാസത്തോടുകൂടി പരസ്പരം തുടങ്ങി വെക്കുന്ന ദാമ്പത്യം ദൃഢമായി ദീർഘകാലം നിലനിൽക്കും. അതിൽ നിന്നുള്ള ആസ്വാദനം നമുക്ക് കിട്ടുകയും ചെയ്യും. വിശ്വസിക്കുക, എൻ്റെ പുരുഷൻ എന്നെ ചതിക്കില്ല. ആ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ജീവിതത്തിനെ നോക്കിക്കണ്ടാൽ, ഭർത്താവിനോട് ചേർന്ന് നിന്നാൽ നിങ്ങളാവും ഏറ്റവും നല്ല ഭാര്യ. കൺക്ലൂഡ് ചെയ്യാം, നിങ്ങൾ ഭാര്യ മാത്രമല്ല, കാമുകി കൂടിയാണ്. ഭർത്താവിൻ്റെ കാമുകിയാണ്. മറന്നു പോകരുത്. അത് നിങ്ങൾ മക്കളെയും ഇത്തരത്തിലുള്ള എപ്പിസോഡുകൾ കാണാൻ പ്രേരിപ്പിക്കണം. കാരണം കല്യാണത്തിലേക്ക് പോകുമ്പോൾ കുഞ്ഞുകുട്ടികളല്ല കേട്ടോ, പ്രായപൂർത്തിയായ ആളുകളെയാണ്. അങ്ങനെ ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഇമോഷണൽ ബോണ്ടേജ് എങ്ങനെയാണ്, റൊമാൻറ്റിക് കണ്ടീഷൻസ് എങ്ങനെയാണ് നമുക്ക് പ്രിവെയിൽ ചെയ്യാം, ഇല്ലെങ്കിൽ അതെങ്ങനെ നമുക്കൊന്ന് രൂപപ്പെടുത്തിയത്, ഇതെല്ലാം മനസ്സിലാക്കും. ഈ ചാനൽ എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ വൈകിട്ട് 7:05 കാണുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഇനിയും നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരാം. നന്ദി.